ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ ഈ വീഡിയോ ഓപ്പൺ ചെയ്യുന്നത്? ആ ആഗ്രഹം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധ്യമാകട്ടെ എന്ന്. താങ്ക് യു യൂണിവേഴ്സ്. പ്രാർത്ഥന കേട്ടെല്ലാം നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, നമുക്കൊന്ന് നിങ്ങളുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്ന് നോക്കാം. ചെറിയൊരു റീഡിംഗ് ആണ്, 2 കാർഡ് വീതമാണ് എടുക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ദ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് നോക്കാം. 10, 1, 6, 16, 7, 14, 5, 8, 11, 2, 9, 15, 13. ജനുവരി മാസം, ജൂൺ, ജൂലൈ, മെയ് മാസം, ഓഗസ്റ്റ്, ഫെബ്രുവരി, നവംബർ, സെപ്റ്റംബർ. ഏരീസ്, ടോറസ്, ജെമിനി, മേടം, ഇടവം, മിഥുനം, ക്യാൻസർ, ലിയോ, വെർഗോ, കർക്കിടകം, ചിങ്ങം, കന്നി, ലിബ്ര, സാജിറ്റേറിയസ്, സ്കോർപിയോ, തുലാം, വൃശ്ചികം, ധനു, കാപ്രിക്കോൺ, അക്യൂരിയസ്, സ്പൈസീസ്, മകരം, കുംഭം, മീനം. എല്ലാ രാശിയും വന്നിട്ടുണ്ട്. നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ വളർത്തുന്ന നായയോടും ഒക്കെ അങ്ങനെയുള്ള ജീവികളോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കാം. അതല്ലെങ്കിൽ ലവ് ബേർഡ്സ്, പ്രാവ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയായിരിക്കാം. ഓക്കെ, ലവേഴ്സ് കാർഡാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഇതൊരു എയർ സൈനാണ്. എയർ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പീഡിൽ, വളരെ സ്പീഡിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വന്നതായിരിക്കാം. അല്ലെങ്കിൽ അത്രത്തോളം ശക്തിയുള്ള ഒന്ന് തന്നെ ആയിരിക്കും ഈ ഒരു സ്നേഹം. ഒരുപാട് സ്നേഹം നിങ്ങൾ ഒത്തുചേർത്ത് വെച്ചിരുന്നു. ഐക്യത്തോടെയായിരുന്നു മിക്കവാറും നിങ്ങളുടെ ഓരോ കാര്യങ്ങളും. നിങ്ങൾ ഓരോ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും വളരെ ഐക്യത്തോടു കൂടിയാണ് നിങ്ങളത് ചിന്തിച്ച് പോന്നിരുന്നത്. നിങ്ങളുടെ പ്രണയത്തെ പല ആൾക്കാരും അസൂയയോടുകൂടി മാത്രമാണ് നോക്കിക്കണ്ടിരുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒന്ന് ചേർന്നാൽ, നിങ്ങളുടെ പേഴ്സണും ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ മറ്റാർക്കും അതിനെ ഒന്ന് തകർക്കാനോ തടുക്കാനോ വയ്യാത്ത ഒരു ശക്തി പോലെ, ഭയങ്കര ശിവശക്തി എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ശക്തി തന്നെ ആയിരുന്നു നിങ്ങൾ രണ്ടുപേരും ചേർന്നാൽ ഉണ്ടാകുന്നത്. ആദാമും ഹവ്വയുടെയും ഒരു സ്റ്റോറിയാണ് ഇവിടെ പറയുന്നത്. ഏഞ്ചൽ ബ്ലെസ്സിങ് ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിലേക്ക്. ഒരുപാട് അസൂയയോടെയൊക്കെ ആൾക്കാർ നോക്കിയിരുന്ന റിലേഷൻഷിപ്പായിരുന്നു നിങ്ങളുടേത്. പെട്ടെന്നാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു തേർഡ് പാർട്ടി കടന്നു വരുന്നത്. തേർഡ് പാർട്ടി കടന്നു വരാനുണ്ടായ കാരണം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള അസൂയ തന്നെ ആയിരുന്നു. നിങ്ങളെ കാണുമ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇത്രത്തോളമുള്ള ഒരു സ്നേഹം, ഒരു കാര്യം മറച്ചു പിടിക്കാത്ത രീതിയിൽ, എന്ത് ഓപ്പണായി പറയുന്ന രീതിയിലുള്ള സ്നേഹം, കെയറും ഇതെല്ലാം കണ്ടിട്ട് തേർഡ് പാർട്ടിക്ക് അസൂയയോടുകൂടി തന്നെയാണ് നിങ്ങളുടെ റിലേഷനെ നശിപ്പിക്കുന്നതിന് വേണ്ടി കടന്നു വന്നത്. ഓക്കെ, ഒരു പാമ്പ് ഒരു ഇതിൻ്റെ അകത്ത് അതേ അവയും ചതിക്കുന്നത് പോലെ ഒരു പാമ്പ് ഈ ഒരു മരത്തിൽ ചുറ്റിക്കിടക്കുന്നത് പോലെ തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നു. തേർഡ് പാർട്ടി കടന്നു വന്നതോടുകൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ നട്ടലായി, ഒരു പക്ഷേ ഫ്രണ്ടായിരിക്കും ആദ്യമേ വന്ന് ചേർന്നത്, ഫ്രണ്ട്ഷിപ്പായിട്ടായിരിക്കും. നിങ്ങളുടെ റിലേഷനെ കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നതിനും സമാധാനം പറയുന്നതിനും വേണ്ടിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ആശ്വാസ വാക്കുകളായിട്ട് വന്നിരുന്ന ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും തേർഡ് പാർട്ടി. കാരണം പാമ്പ് എങ്ങനെയാണ് അവയെ ചതിച്ചതുപോലെ ആദ്യമേ ആശ്വാസ വാക്കുകളും കുറേ ഓഫറുകളൊക്കെ നൽകി നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നൊക്കെ ഓഫറുകൾ കൊടുത്തിട്ടാണ് ലൈഫിലേക്ക് കടന്നു വന്നത്. റിലേഷൻഷിപ്പിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ ഏറ്റവും നട്ടലായ വിശ്വാസം എന്ന് പറയുന്ന, കാരണം വിശ്വാസമാണ് ഇവിടെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്, ആ വിശ്വാസത്തെ ഇവിടെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. നിങ്ങളുടെ ഇടയിൽ പരസ്പരം ഉണ്ടായിരുന്ന വിശ്വാസത്തെ തേർഡ് പാർട്ടി നഷ്ടപ്പെടുത്തി കളഞ്ഞു. പിന്നെ നിങ്ങൾക്ക് പരസ്പരം, നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും പരസ്പരം സംശയം തോന്നുന്ന പല പ്രശ്നങ്ങളും നിങ്ങൾ പോലും അറിയാതെ തേർഡ് പാർട്ടി നിങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കി വെച്ചു.
അതോടുകൂടി നിങ്ങൾക്ക് അവിടെ വിശ്വാസം നഷ്ടപ്പെട്ടു. നിങ്ങളുടെ റിലേഷൻ സ്വർഗം പോലെ ഇരുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങോട്ടേക്ക് മാറി? പതുക്കെ പതുക്കെ ഭൂമി, എർത്തിന്റെ എനർജിയാണ്. ഭൂമി എങ്ങനെയാണ് കറങ്ങുന്നത്? വളരെ സ്ലോ കറങ്ങുന്ന ഒരു എന്തും ഏതും വളരെ ശക്തിയായിട്ട് വന്നുകൊണ്ടിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊരു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണെങ്കിലും ഫോൺ കോൾ ആണെങ്കിലും മെസ്സേജ് ആണെങ്കിലും ഇങ്ങനെ ഒരു കാറ്റ് വീശുന്ന കണക്കായിരിക്കും. എപ്പോഴും നിങ്ങളെ വിളിച്ചും സംസാരിച്ചു വരുന്ന സമയത്ത് അത് നശിപ്പിച്ചുകൊണ്ട് പിന്നീട് വന്നത് എനർജി, എർത്തിന്റെ എനർജിയാണ്. എർത്ത് എന്ന് പറയുന്നത് ഭൂമി കറങ്ങുന്നത് പോലെ വളരെ സ്പീഡ് കുറഞ്ഞു വളരെ പതുക്കെ കറങ്ങുന്ന രീതിയിലായി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഗതി. ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കറങ്ങി ചുറ്റി ഇപ്പുറത്ത് വരണം. ആ മെസ്സേജ് കാണണമെങ്കിലും അതിൻ്റെ റിപ്ലൈ വരണമെങ്കിലും അതുപോലെ വളരെ പതുക്കെയായി. അപ്പം നിങ്ങൾക്ക് അവിടെ സംശയവും കൂടി, നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ശരി നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഒരുപാട് സംശയങ്ങൾ, അകൽച്ച, പ്രശ്നങ്ങൾ, കണ്ണുനീര്, ബഹളം, അങ്ങനെ പല കാര്യങ്ങളും, ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ആയി. ഓക്കെ, അപ്പം ആ എർത്തിന്റെ എനർജിയോട് കൂടി നിങ്ങളുടെ റിലേഷനിലേക്ക് തേർഡ് പാർട്ടി ഒരു ബ്ലാക്ക് എനർജി കൂടി കലർത്തിയപ്പോൾ ഒന്നത് നിങ്ങളുടെ ഇടയിൽ ഒരു സംശയം അവർ പകർത്തി വെച്ചു. ആ സംശയത്തിൽ വളരെ എങ്കിലും റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുകയായിരുന്നു. ഉള്ള സമയത്തെങ്കിലും ഓൺ ആൻഡ് ഓഫിലാണെങ്കിലും നിങ്ങളെ വിളിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ പേഴ്സണിലേക്ക് തേർഡ് പാർട്ടി ബ്ലാക്ക് എനർജി കൂടി പകർത്തി വെച്ചു. ബ്ലാക്ക് എനർജിയും കൂടി വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ സ്ഥാനം നിങ്ങളുടെ പേഴ്സൻ്റെ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഈ ഒരു കിരീടം നഷ്ടപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലുള്ള സ്ഥാനം അല്ലെങ്കിൽ നിങ്ങളിലുള്ള സ്ഥാനം, ആ സ്ഥാനത്തെ തെറിപ്പിച്ചുകൊണ്ട് തേർഡ് പാർട്ടിയുടെ ബ്ലാക്ക് എനർജി കടന്നു വന്നു. ഓക്കെ, ഇത് നിങ്ങളുടെ വിശ്വാസമായിരുന്നു, നിങ്ങളുടെ സ്നേഹമായിരുന്നു. അതിനെ മുഴുവനും തകർത്തുകൊണ്ട് നിങ്ങളെ രണ്ടുപേരെയും രണ്ട് വശത്തായിട്ട് പിരിച്ചുകൊണ്ട് അവിടെ ടവർ വന്നു കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ ഡിപ്രഷനിലോട്ട് രണ്ടുപേരും രണ്ട് വശത്തോട്ട് മറിഞ്ഞു വീണു. നിങ്ങൾ രണ്ടുപേരും കാണുന്നത് പോലും ഇല്ല, ഇനി പരസ്പരം കാണുമോ എന്ന് പോലും അറിയാൻ വയ്യാതെ ഒരുപാട് ഡിപ്രഷനിലേക്കാണ് നിങ്ങൾ മറിഞ്ഞു വീണിരിക്കുന്നത്. ഓക്കെ, ആ സ്ഥാനത്തേക്ക് തേർഡ് പാർട്ടി അവരുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. പാർട്ടി അവിടെ ഇമോഷണൽ പരമായിട്ട് യാതൊന്നുമില്ല. ഒരു വെല്ലുവിളിയായിട്ട് ഒരു പക്ഷേ തേർഡ് പാർട്ടിക്ക് നിങ്ങളെ അറിയാമായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് മനഃപൂർവ്വം കടന്നു വന്നിട്ടുള്ള വ്യക്തിയായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചും ആ ഫ്രണ്ട്ഷിപ്പായിട്ട് വന്നതിന് ശേഷം നിങ്ങൾ ഇത്രത്തോളം സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള ആ സ്നേഹം കണ്ട് അസൂയ മൂത്ത് നിങ്ങളിലേക്ക് കടന്നു വന്ന വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെയോ സാമ്പത്തികം കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോടുള്ള പക പോക്കുന്നതിന് വേണ്ടിയിട്ട് കടന്നു വന്ന വ്യക്തിയായിരിക്കാം ഈ തേർഡ് പാർട്ടി. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് സ്ഥാനം എടുത്തു കഴിഞ്ഞ് കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവിടെ ഇമോഷണൽ പരമായിട്ട് യാതൊരു അറ്റാച്ച്മെന്റും തേർഡ് പാർട്ടിക്ക് പേഴ്സണോടില്ല. ഓക്കെ, തേർഡ് പാർട്ടിക്ക് പേഴ്സണോടില്ല. ഒരു പക്ഷേ കടൽ കടന്നിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നായിരിക്കും നിങ്ങളുടെ പേഴ്സണോ തേർഡ് പാർട്ടിയോ ഉള്ളത്. ചിലവർക്കാണ്, എല്ലാവർക്കും ഇത് റെസനേറ്റ് ആകത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രസന്റിലുള്ള കാര്യം എന്ന് പറയുന്നത് ഒരുപാട് കരച്ചിലും വിഷമങ്ങൾക്കും ഒടുവിൽ ഒരു 10 ഓഫ് സോഡിൻ്റെ എനർജിക്ക് ഒടുവിൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുവാനായിട്ട് നിങ്ങൾ തുടങ്ങി. ഓക്കെ, നിങ്ങൾ സെൽഫ് ലവ് ചെയ്തു, നിങ്ങളുടേതായ ഗ്രോത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. നിങ്ങൾ ഒരുപാട് വിഷമിച്ചു. ഈ കഴിഞ്ഞ ഇയർ പാസ്റ്റിലെല്ലാം നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നുപോയത്. നിങ്ങൾക്ക് ആരെയും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ദേഷ്യമാണോ സ്നേഹമാണോ ഒന്നൊന്നും അറിയാൻ വയ്യാത്ത അവസ്ഥയിൽ കൂടി നിങ്ങൾ ടാബ്ലറ്റ് വരെ കഴിച്ച് കിടന്ന് ഉറങ്ങുന്ന വ്യക്തികൾ ഉണ്ടായിരുന്നായിരിക്കും. ഉറക്കമില്ലാത്ത അവസ്ഥ, തലവേദന, മാനസികമായിട്ടുള്ള ഡിപ്രഷൻ കാര്യങ്ങളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലൂടെ നിങ്ങൾ കടന്നുപോയിട്ട് ഇപ്പോഴും ഈ ഒരു പ്രസൻറ്റിൽ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ടെമ്പറൻസിൻ്റെ അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളിപ്പോൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ ബാലൻസിങ്ങിൽ വന്നിട്ടുണ്ട്. ഇമോഷണൽ പരമായിട്ട് പഴയ കാര്യങ്ങളും ഇപ്പോഴും ഉള്ള കാര്യങ്ങളിലും നിങ്ങൾ ബാലൻസിങ്ങിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലും ഇമോഷണൽ പരമായിട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്ന് നിങ്ങളിപ്പോൾ പഠിച്ചിരിക്കുന്നു. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ളതിലേക്ക് നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നു. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെ ഒരു സണ്ണിൻ്റെ ഇത് വന്നിരിക്കുന്നത് കാണാം, ഒരു വഴിയും ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ സ്പിരിച്വലായിട്ട് പോകുന്നു. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്കൊണ്ട്, ഒരു മാലാഖയുടെ ബ്ലെസ്സിങ് ഉണ്ട്. ചില വ്യക്തികളിൽ രണ്ട് ഓഫറുകൾ വന്നിരിക്കുകയാണ്. ഒരു ലവ് ഓഫർ ആയിരിക്കാം, 2 ഓഫറുകൾ നിങ്ങളെ തേടിയെത്തിയിരിക്കുന്നു.
മറ്റു ചില വ്യക്തികൾക്ക് വിവാഹാലോചനകൾ ഒക്കെ ഒരു മാരേജ് ഓഫർ വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ജോയിന്റ് ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലും വ്യക്തികളുമായിട്ട് എന്തെങ്കിലും പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം നിങ്ങളിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ തുടങ്ങണമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അത് പകുതിക്ക് വെച്ച് നിന്ന് പോയ കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ഗ്രോത്തിലൂടെയാണ് പോകുന്നത്. നിങ്ങളിപ്പോൾ ഈ റിലേഷന് പരമായിട്ട് വലിയ ഒന്നും നിങ്ങളിപ്പോൾ കൊടുക്കുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ഒന്നിനു മേലെ ഒന്നായിട്ട് പെട്ടെന്ന് ലൈഫ് ഗ്രോത്ത് ആയിട്ട് വരികയാണ്. കാരണം നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളെ വിട്ടു പോയിരിക്കുന്നു. ഓക്കെ, അത് കാരണം നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ട് നിങ്ങൾ ഒന്നിനു മേലെ ഒന്നായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് ചില വ്യക്തികൾ ചില പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും നിയമ പഠനങ്ങൾക്കോ മറ്റോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി ചില വ്യക്തികൾ ഇറങ്ങിത്തിരിക്കുകയാണ്. പഠനത്തിന് വേണ്ടി നിയമ പഠനത്തിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മറ്റ് ചില വ്യക്തികൾ വ്യാപാരം ചെയ്യുന്ന വ്യക്തികളായിരിക്കും. കടയോ മറ്റോ ജോലിയുള്ള വ്യക്തികളായിരിക്കും. അല്ലെങ്കിൽ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലിയുള്ള വ്യക്തികളായിരിക്കും. നിങ്ങൾക്ക് ജസ്റ്റിസ് യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുകയാണ്. ചില സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് പണം കിട്ടാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വത്തുപരമായിട്ട് നിങ്ങൾക്ക് ഈ റിലേഷൻ ബേസിൽ നിങ്ങൾക്ക് ലഭിക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. ചില വ്യക്തികൾ ഡിവോഴ്സിന് വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ജസ്റ്റിസ് വേണമെന്നും ഒക്കെ പറഞ്ഞ് നിങ്ങൾ കേസ് കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു. ഇപ്പോൾ പ്രസൻറ്റിലാണ് ചില വ്യക്തികൾ ഒന്നുകിൽ തയ്യാറായിരിക്കുന്നു അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഈ ഒരു കാര്യങ്ങളൊക്കെ ചിലപ്പം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞതായിരിക്കാം, ചിലപ്പോൾ വരാൻ പോകുന്നതായിരിക്കാം. ഓക്കെ, ചില സാമ്പത്തിക ഇടപാട് നടക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ജോലി ഉണ്ടായിരിക്കാം. ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ളതായിട്ടുള്ള ചില പണമോ ഭൂമിയോ എന്തുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടത് തിരിച്ച് നിങ്ങളിലേക്ക് കിട്ടാൻ പോകുന്നു. എത്രയും പെട്ടെന്ന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കിട്ടാൻ പോകുന്നു. നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇനി ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർത്തിട്ട്, കാരണം നിങ്ങൾ ഇത്രയും സ്ട്രോങ് ആയി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾ ഏറ്റവും ഒരു ജോലി, ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ല ജോലിയില്ല, പണമില്ല, അല്ലെങ്കിൽ കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിലോ ഒക്കെ ആയിരിക്കും നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളതെല്ലാം നേടിയെടുക്കും. ഈ ഒരു പീരീഡ്സിൽ നിങ്ങൾക്ക് പേഴ്സണിൽ നിന്നും മൂവ് ഓൺ ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം എന്തിൻ്റെ പേരിലാണോ നിങ്ങളുടെ പേഴ്സൺ ഉപേക്ഷിച്ചത് അതെല്ലാം നിങ്ങളിലേക്ക് ഒരു വാശി പോലെ തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ അതെല്ലാം നേടിയെടുത്തതിന് ശേഷം ഫ്യൂച്ചറിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർത്ത്, നിങ്ങളെ നഷ്ടപ്പെട്ടത് ഓർത്ത് അവരൊരുപാട് ദുഃഖിക്കും. ഓക്കെ, നിങ്ങൾ എത്രത്തോളം സ്നേഹമുണ്ടായിരുന്നു എന്നും അവർക്ക് വേണ്ടി ചെയ്ത നന്മകളെ ഓർത്തിട്ടും നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടി കടന്നു പോകും, ഒരു ഡിപ്രഷനിൽ കൂടി കടന്നു പോകും. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ കൂടി ആയിരിക്കത്തില്ല ആ സമയം. നിങ്ങളടുത്ത് നേരിട്ട് വന്നൊരു മാപ്പ് പറയാൻ പോലുമുള്ള ഒരു ശക്തിയിലായിരിക്കത്തില്ല അവർ അവരുടെ കൺമുമ്പിൽ തന്നെ നിങ്ങളുടെ നന്മ അവർ കാണും. നിങ്ങൾക്ക് വിജയം ലഭിക്കും. നിങ്ങൾ എന്തിലാണോ അവർ നിങ്ങളെ പരാജയപ്പെടുത്തി ഉപേക്ഷിച്ചിട്ട് പോയത്, ചിലപ്പോൾ നിങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ പേരിൽ കുറ്റം പറഞ്ഞിട്ടായിരിക്കും അവർ പോയിട്ടുള്ളത്. പിന്നീട് അവർ നിങ്ങളെ കാണുമ്പോൾ അവർ അതിശയിക്കുന്ന രീതിയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിലാണെങ്കിലും ആരോഗ്യത്തിലാണെങ്കിലും പണത്തിലാണെങ്കിലും എന്ത് തന്നെയാണെങ്കിൽ തന്നെയും ജോലിയിലാണെങ്കിലും നിങ്ങൾ അതിശയിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു മാറ്റം വരും. ഓക്കെ, വിജയമാണ് നിങ്ങൾക്ക് വരുന്നത്. ചില വ്യക്തികൾക്ക് പുതിയ വിവാഹം നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അല്ലെന്നുണ്ടെങ്കിൽ പുതിയതായാലും അല്ലെങ്കിൽ സെക്കൻഡ് മാരേജ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്കും ഒരു വിവാഹം വരുന്നതായിരിക്കും. നിങ്ങൾ വിജയത്തിലേക്ക് എത്തും. നിങ്ങളുടെ റിലേഷൻ ഏറ്റവും ബെറ്ററായി മാറും. ഓക്കെ, അപ്പം ഇത് കണ്ട് നിങ്ങളുടെ പേഴ്സണ് ഒട്ടും സഹിക്കാൻ കഴിയാതെ പെയിൻ സിറ്റുവേഷനിലോട്ട് പോകും. കാരണം ആ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും. കാരണം അത്രത്തോളം കർമ്മ അവരനുഭവിക്കേണ്ടതായിട്ട് വരും. അത് നിങ്ങൾ കാണുക തന്നെ ചെയ്യും. കാരണം അത് നിങ്ങളുടെ കർമ്മയാണ്. നിങ്ങളിൽ നിന്നും
അവർ വേദനിപ്പിച്ച് പോകുമ്പോൾ ശത്രുവിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങളുടെ കണ്ണിൽ തന്നെ കാണേണ്ടതായി വരും. കാരണം നിങ്ങൾ അത്രത്തോളം അനുഭവിച്ചു, അത്രത്തോളം അപമാന ഭാരങ്ങൾ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയൊക്കെ മുന്നിൽ നിങ്ങൾ ഒരുപാട് അപമാനങ്ങൾ സഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സഹിച്ചതിനുള്ള ഒരു കർമ്മ നിങ്ങൾക്ക് തന്നെ കിട്ടും. നിങ്ങൾ നല്ല കർമ്മയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കെതിരെ ചെയ്തതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ വഞ്ചിച്ചതിനുള്ള കർമ്മ നിങ്ങളുടെ കണ്ണിൽ തന്നെ കാണാനിടയാകും. ഓക്കെ, അപ്പം ഇതാണ് ഫ്യൂച്ചറിൽ വന്നിരിക്കുന്നത്. ചെറിയ റീഡിങ്ങാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഈ ഒരു റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു 6 മാസത്തിനിടയ്ക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് വിവാഹം എന്ന് പറയുന്നത് ചിലപ്പം നെക്സ്റ്റ് ഇയർ ആയിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് പുതിയതായിട്ടൊരു റിലേഷൻഷിപ്പ് വരുന്നത് നെക്സ്റ്റ് ഇയറിലായിരിക്കും. മറ്റ് ചില വ്യക്തികൾക്ക് ടുമാറോ പറയുന്നുണ്ട്, നാളെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നാളെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതുതായിട്ടൊരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കും. ഓക്കെ, ഇത് ടൈംലെസ് ആണ്. എപ്പോഴാണോ കാണുന്നത് ആ ദിവസം തൊട്ട് പിറ്റേന്നാണ് ഉദ്ദേശിക്കുന്നത്. 6 മാസം എന്ന് പറയുമ്പോഴത്തേക്ക് എന്നാണോ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു റീഡിങ് എത്തുന്നത് ആ റീഡിങ് കാണുന്ന സമയം തൊട്ടുള്ള 6 മാസമാണ്. ഓക്കെ, നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളുടെ എല്ലാ ടെൻഷനും അവസാനിക്കാൻ പോകുന്നു. നിങ്ങൾ എത്രത്തോളം വിഷമിച്ചോ ആ വിഷമങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറുകയാണ്. ഓക്കെ, ഒരു വിൻ്റർ ടൈം പറയുന്നുണ്ട്. നെക്സ്റ്റ് വീക്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും അബണ്ടൻസ്, ഒരു ന്യൂ ബിഗിനിങ്, എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് ഏറ്റവും അബണ്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവുകയാണ്. 2 മാസത്തിനകം നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് നേരിട്ട് നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. ഈ ഒരു സമയം തന്നെ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും അബണ്ടൻ്റായിട്ടുള്ള സമയം, ഈ റീഡിങ് നിങ്ങളുടെ എത്തുന്ന ആ സമയം മുതൽക്ക് തന്നെ ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കാണുന്നതായിരിക്കും. അപ്പം ഇതാണ് റീഡിങ്. ഓക്കെ, നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.